പ്രിയരെ നമസ്കാരം. ഇതാണ് ഊരമനയിലെ കുഴിമാടം പള്ളി. 1000-ലധികം വർഷങ്ങളുടെ ചരിത്ര പിൻബലം ഇവിടുത്തെ വിശ്വാസത്തിന് കരുത്തു പകരുന്നു. പ്രാചീന ഗോത്ര സമൂഹമായിരുന്ന കാട്ടിലേയ ജനവിഭാഗത്തിൻ്റെ ആരാധന ബലിദാന കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് ഈ കുഴിമാടം. നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും കുഴിമാടങ്ങളും കുഴിമാടം പള്ളികളും ഉണ്ട്. അവയെല്ലാം അക്കാലത്തെ സംസ്കാരത്തിൻ്റെ തിരുശേഷിപ്പുകൾ തന്നെയാണ്. പ്രാചീന കാലത്ത് മൃതശരീരങ്ങൾ അടക്കം ചെയ്തിരുന്ന ഇടം തന്നെയായിരുന്നു കുഴിമാടങ്ങൾ. പിന്നീട് ഇവിടെ പൂർവിക ആരാധനയും വെച്ചാരാധനയും വെള്ളംകുടി വഴിപാടും ബലിയർച്ചനയും പൂർവികർക്കായി നടത്തി വന്നിരുന്നു. പിൽക്കാലത്ത് ക്രൈസ്തവ സഭയും വിശ്വാസവും പ്രചരിക്കുവാൻ തുടങ്ങിയപ്പോൾ പ്രാചീന ഗോത്രവിഭാഗം ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. ശേഷം കുഴിമാട സ്ഥലങ്ങൾ കുഴിമാടം പള്ളിയായി അറിയപ്പെട്ടു. ഇക്കാണുന്ന കൽവിളക്ക് പ്രാചീന കാലം മുതൽ ഇവിടെ ഉള്ളതാണ്. ഏതാനും വർഷങ്ങൾ മുമ്പ് വരെ പ്രാചീന കാലത്ത് ഉണ്ടായിരുന്ന വെച്ചാരാധനയും വെള്ളംകുടി വഴിപാടും നടത്തി വന്നിരുന്നതായി വിശ്വാസികൾ പറഞ്ഞു. വെള്ളംകുടി വഴിപാടിന് പിടി, അപ്പം തുടങ്ങി 7 കൂട്ടം പലഹാരങ്ങളും ചെതുമ്പിലുള്ള മീനും കള്ളും ചാരായവുമാണ് നേദിച്ചിരുന്നത്. ഇന്നിപ്പോൾ അതൊന്നുമില്ല. വിശുദ്ധ പുണ്യാളന്മാരുടെ ഓർമ്മ ദിനങ്ങൾ ആചരിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് കലണ്ടർ എല്ലാ മാസവും ആദ്യ ശനിയാഴ്ച രാവിലെ 7:30 കുർബാനയുമുണ്ട്. ഊരമനയിലെ കാക്കനാട്ട് സെൻറ്റ് ജോർജ് കുഴിമാടം പള്ളിയിൽ ചൊക്ലായിൽ, പന്തനാത്തോട്ടം, മാമ്പ്ര, പ്ലാമട എന്നീ 4 കുടുംബക്കാരും അവരുടെ ബന്ധുക്കളുമാണ് അവകാശികളായിട്ടുള്ളത്. എങ്കിലും നാട്ടിലെ എല്ലാ മതവിശ്വാസികളും ഇവിടെ വന്ന് തിരി തെളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ദൂരെ ദേശങ്ങളിൽ നിന്ന് പോലും ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഊരമനയിലെ ഈ കുഴിമാടം പള്ളി ഈ പ്രദേശത്തെ ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ അവസാന വാക്കാണ്. ഈ സന്നിധിയിൽ ഒരുപാട് സത്യങ്ങളും കള്ളങ്ങളും തെളിയിക്കപ്പെട്ടതിൻ്റെ നേർസാക്ഷ്യങ്ങൾ ഈ പ്രദേശവാസികൾക്ക് പറയുവാനുണ്ട്. ഒരു ജനതയുടെ ജീവിതത്തിൻ്റെ നേർസാക്ഷ്യങ്ങളിലും വിശ്വാസത്തിലും ഇതുപോലെ ആഴത്തിൽ വേരൂന്നിയ മറ്റൊരു ദേവാലയം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. കുഴിമാടം പള്ളിയുടെ ചരിത്ര കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വിശ്വാസമുള്ള കാലത്തോളം അത് തുടരുക തന്നെ ചെയ്യും. മറ്റൊരു കാഴ്ചയുമായി വരും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.